ലോകത്തെല്ലായിടത്തും മയക്കുമരുന്നിൻ്റെ പേരിൽ പ്രചാരണം പല തരത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലാണ് സർക്കാരും മീഡിയയും മയക്കുമരുന്നിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നത്. കാരണം അവർക്ക് പ്രചരണം നടത്താൻ പറ്റത്തില്ല, ആണോ? പക്ഷേ നമ്മൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രചരണമില്ല. കൊണ്ടുവരുന്നവനെ പിടിച്ച് തൂക്കിക്കൊല്ലുക, അല്ലെ നിരന്തരം ജയിലിടുക. ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരാൾ പിടിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപ മയക്കുമരുന്നിൻ്റെ പേരിൽ പ്രചരണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ടോ? അതുമായി ഇവർ പിടിച്ചാൽ 5-10 ഗ്രാം കൈവച്ചിരിക്കുക ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേരെ പിടിച്ചിട്ട് പറയും വലിയ വാർത്തയാണ്. മില്യൺ കണക്കിന് ഡോളറിന്റെ സംവിധാനം കൊണ്ടുവരുന്ന സർക്കാർ പിടിച്ചു തരുന്ന സർക്കാരിന് അറിയാഞ്ഞിട്ടാണ്, മീഡിയക്ക് അറിയാഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ അവർക്ക് അതിനു വേണ്ടിയിട്ട് പ്രചരണം ചെയ്യാൻ പറ്റുന്ന പകരം ഇവർ ചെയ്തു. അവർ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ്, ജനങ്ങൾക്ക് പോകാനും സത്യത്തിന് തിരിച്ചാണ്. ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഡീലേഴ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങോട്ട് സംവിധാനം മയക്കുമരുന്നിന് വേണ്ടിയിട്ട് പ്രചരണം സർക്കാരിന് നടത്തുന്ന മീഡിയ നടത്തി അവന് സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തി ഇവിടെ പിടിച്ച് അകത്തിടുകയല്ല തൂക്കിക്കൊല്ലുക എന്നുള്ള. കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റുമെന്ന് ആരെങ്കിലും കാണിച്ചറിയ സർക്കാരിന് ആൾക്കാരല്ല. അപ്പൊ ഇതൊക്കെ മാറ്റി എന്ന് ജനങ്ങൾ മാറി ചിന്തിക്കുന്നു, അന്നല്ലാണ്ട് നമ്മൾ നന്നാക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമ്മൾ 5-10 വർഷം കൂടെ ഒരുപക്ഷെ ജീവിക്കും. അത് കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ, അല്ലെ ഈ പ്രദേശത്ത് പോകാൻ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും കേവലമായിട്ടുള്ള രാഷ്ട്രീയക്കാരും ചിന്തിക്കാറില്ല. എനിക്ക് എൻ്റെ മുറ്റത്ത് ഒരു 5 അടി സ്ഥലം ഉണ്ടെങ്കിൽ കഴിയുന്ന ഞാൻ കയറ്റി പിടിക്കാമെന്ന്, അത് 2 അടി പുറക്കിയിട്ട് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ആരും ചിന്തിക്കാറില്ല. ശരിയാണോ ചിന്തിക്കുക? ഇത് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള സംസ്കാരം. ഇതൊക്കെ മാറിയെങ്കിൽ മാത്രമാണ് നമുക്കും. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ, യൂറോപ്പിലൊക്കെ ഒരു പള്ളി പൊളിച്ച് റോഡ് പണിയണമെന്ന് വെച്ചാൽ നിമിഷം നേരം കൊണ്ട് നമ്മളാണെങ്കിൽ നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമൂഹമാണ് നമ്മൾ. പക്ഷെ എങ്ങനെ ഏകോപിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എൻ്റെ ചിന്തയിലുള്ള വിഷയമാണ്. അപ്പം അതുകൊണ്ട് പോയിനെ കുറിച്ച് നമ്മൾ തർക്കിക്കുന്നതിന് പകരം അടുത്ത 25 വർഷം 50 വർഷം എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ പുനർചിന്താവനം നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു നിഷ്പക്ഷമായ നിരീക്ഷണമാണ്. കാരണം ജനങ്ങൾക്ക് എല്ലാ മുന്നണിയിലും വിശ്വാസം നഷ്ടപ്പെട്ടു, അതൊരു ഫാക്റ്റാണ്. ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ എൻ്റെ നിരീക്ഷണം അത് തന്നെയാണ്. കാരണം ഈ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ടാത്ത വിധത്തിൽ കേരളം പോയി. അപ്പോൾ പരസ്പരം കുറ്റം പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഭൂതകാലത്ത് അത് നടന്നു. പക്ഷേ വരാൻ പോകുന്ന ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ അടുത്ത 25 years അല്ലെങ്കിൽ അടുത്ത 10 years എങ്കിലും അല്ലെങ്കിൽ അടുത്ത 5 വർഷം ഞങ്ങളാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ വരുന്നത് അല്ലെങ്കിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ വരുന്നതെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ വികസനമാണ് ഞങ്ങളിവിടെ നടത്താൻ പോകുന്നത് എന്ന് ഒരു വികസന രേഖ ഞങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പാർട്ടികൾക്ക് ശ്രദ്ധിക്കാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയാതെ പോയി, അതിൻ്റെ പിന്നിലുള്ള അഴിമതി അതെത്രമാത്രമുണ്ട്, ഇത്തരം ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഇത് ലോക്കൽ ബോഡി ഫണ്ട് കൊടുക്കുന്നില്ല, അത് ജനറലായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം അവർ ആ ഫണ്ട് കൊടുക്കാതിരിക്കുന്നത് പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല, പൊതു സ്വഭാവമാണത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് ഒരു മോഡലായിട്ട് കാണിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പം സാഹചര്യം വേറെയാണ്. കിഴക്കമ്പലത്ത് സാബു ചെയ്ത വികസന പ്രവർത്തനം, പിന്നെ CSR ഫണ്ട് ഉപയോഗിച്ചു, അതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് ആ മനുഷ്യനെടുത്തൊരു എഫർട്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഫണ്ട് വരുന്നില്ല, പക്ഷേ ജനങ്ങളെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ പരിമിതി മറികടന്ന് കോൺഗ്രസിൻ്റെ ഭരണസമിതി ഇന്ന ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു ഷോക്കേസ് മോഡൽ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഈ മോഡലിൽ എല്ലായിടത്തും ഞങ്ങൾ ഇത് കൊണ്ടുവരും, ഞങ്ങളുടെ വികസനം കൊണ്ടുവരും എന്ന് പറയാനൊരു മോഡൽ കോൺഗ്രസ്സിന് പറയാനുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ വോട്ടർമാരെ ഞങ്ങൾ 4-5 ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ളതും നിങ്ങൾ ചെയ്തിട്ടുള്ളതും, നിങ്ങൾ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് സോഴ്സ് ഉണ്ടായി. ഞങ്ങൾ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നികുതി പണം ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വരുമാനം അനുസരിച്ച് ചെയ്ത ആലുവയിലെ പഞ്ചായത്തുകൾ നമ്മൾ കാണിച്ചു തരാം. എറണാകുളം ജില്ലയിലെ എറണാകുളം നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ നിങ്ങൾ കാട്ടിത്തരാം. ഞങ്ങൾ അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ ചില
പിന്നെ കൊച്ചി NGO ഗ്രൂപ്പ്സ്, കൊച്ചി വികസനം എന്നും പറഞ്ഞൊന്ന് നിയമസഭയെ മത്സരിച്ചു. 2020 എന്ന് പറഞ്ഞ് പലയിടത്തും മത്സരിച്ചു. 2020 കൂടുതൽ മത്സരിക്കാൻ പോവുകയാണ്. അവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ല. അവരുടെ കിഴക്കമ്പലം ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണ്. സാബു ജേക്കബ് ഇത് നല്ല വ്യവസായിയാണ്, വ്യാപാരിയാണ്, മിടുക്കനാണ്, നല്ല എനർജറ്റിക്കാണ്, കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ അദ്ദേഹം ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലെ അവസ്ഥ എത്രയോ അതിനേക്കാൾ മനോഹരമാണ് മറ്റു പഞ്ചായത്തുകളെന്ന് ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ മാത്രമേ UDFൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും മത്സരിക്കട്ടെ, നമ്മുടെ നാടിന് മാറ്റം ഉണ്ടാകും. പിന്നെ ഇവിടെ അതാണ് വേണ്ടത്, ആത്മാർത്ഥത. പിന്നെ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പഞ്ചായത്ത് രാജ് നഗരപാലിക വന്നതിന് ശേഷം മാത്രമാണ് പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും തദ്ദേശ സംവിധാനത്തിനുമൊക്കെ അവരുടേതായ വികസന രേഖകൾ ഉണ്ടാക്കി യഥാർത്ഥത്തിലുള്ള പദ്ധതി രേഖകൾ സമർപ്പിച്ച് പദ്ധതി പണം കൂടെ വാങ്ങി, സർക്കാർ പണം കൂടെ വാങ്ങി, സർക്കാർ വിവിധ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ കഴിയുന്നത്. അത് ഇനി അത് കുറേ കൂടെ വിപുലപ്പെടുത്താം. നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന രേഖകൾ പഞ്ചായത്തുകളുമായി ആലോചിച്ച് നടപ്പിലാക്കട്ടെ. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമില്ലേ? അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ 148 കോടി ജനങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ്. മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോ ഏതുമാകട്ടെ എടുത്തു, നമ്മൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ, ചൈനയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ജനസംഖ്യയുടെ അടുത്ത് നിൽക്കുന്നത്, അവിടെയും മറ്റൊരു രൂപത്തിലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു ജനാധിപത്യ പ്രോസസ്സിലാണ് എപ്പോഴും പോകുന്നത്. അതിൻ്റേതായ ചില ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷേ ആ ഡീമെറിറ്റ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ഇതെല്ലാം തകർത്തിട്ട് ആ രൂപത്തിലാകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാകുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ നമ്മുടെ ചില സംസ്കാരങ്ങളിൽ മാറ്റം വേണം, ചില കാര്യങ്ങളിൽ മാറ്റം, ചില തൊഴിൽ സംസ്കാരങ്ങളിൽ നിങ്ങൾ പറഞ്ഞ അതിനോട് എനിക്ക് യോജിപ്പാനുള്ള തൊഴിൽ സംസ്കാരങ്ങളിൽ ഒരുപാട് മാറ്റം വേണം. മാറ്റമില്ലാതെ പോകാൻ പറ്റില്ല. അതൊരു പോസിറ്റീവായി കാണും. എന്നാൽ തൊഴിലാളികൾക്ക് പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അത്തരമൊരു സന്ദർഭം ഇപ്പോൾ എനിക്കൊരു വലിയ പരാതി ഉണ്ടതിൽ. ഊരാളുകൾ സൊസൈറ്റി എന്നും പറഞ്ഞൊരു സൊസൈറ്റി വന്നിരിക്കുകയാണ്. ഒരു നടപടിക്രമവും അവർക്ക് ബാധകമല്ല. ഒരു തൊഴിലാളി സംഘടനയും വേണ്ട, അവർക്ക് അതിൻ്റെ സംവിധാനമുണ്ട്. ഒരു 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 ടെൻഡർ ലോവസ്റ്റ് കൊട്ടേഷൻ കൊടുക്കുക, അല്ലെ ഹയസ്റ്റ് അതെങ്കിലും ബിഡിന് പോവുക, ഒന്നുമില്ല. അത് സൊസൈറ്റി ആയതുകൊണ്ട് അങ്ങനെടുത്ത് മനസ്സിലാക്കുമ്പോൾ അതിൽ നടക്കുന്ന വ്യാപകമായ സാമ്പത്തിക അഴിമതി നിസ്സാരമല്ല, വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ് ചിന്തിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദാനി കുറേ വർക്കെടുത്തു. അത് ഇവിടെ നല്ല വർക്കുകളാണ് എടുത്തിരിക്കുന്നത്. ദേശീയപാതയുടെ അല്ലെങ്കിൽ വേറൊരു കോർപ്പറേറ്റ് മുതലാളി എടുത്തു. അവർ നേരിട്ടൊരു വർക്കും ചെയ്യുന്നില്ല കേരളത്തിൽ. അവരത് 900 കോടിക്കെടുത്തത് 1350, 4000, 3000, 2000 കോടിക്ക് സബ്ബായിട്ട് ഒരു സബ് ചെറുതായി കൊടുത്തിരിക്കുക. ഇതൊക്കെ നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളാണ്. അതിന് ആത്മാർത്ഥതയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും പഞ്ചായത്തുകളായാലും ലോക്കൽ ബോഡീസ് ആയാലും ഒരു നിലപാടെടുത്തേ മതിയാവൂ. നമ്മുടെ ഇങ്ങനെ ചോർന്നു പോകാൻ പാടില്ല. നമ്മുടെ വികസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞത് ഞാൻ വിദേശ രാജ്യങ്ങൾക്ക് പോകുമ്പോൾ പക്ഷേ അവിടെയും ചിലയിടത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. വിശിഷ്ട പ്രതിനിധികൾ ഓരോ രാജ്യത്തു നിന്ന് വരുമ്പോൾ അവർ കാണാതിരിക്കാൻ മരം വെച്ച് വളർത്തുന്നത് ഞാൻ ഈ ദുബായിൽ കണ്ടു. ഞാൻ കണ്ട് മരം വളർത്തി മരച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നടക്കുന്നത് പുറത്തറിയരുത്. ഗുജറാത്തിൽ ഈ അടുത്ത കാലത്ത് ട്രംപ് വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ അല്ല ട്രംപ് വന്നപ്പോ ആ മതിൽ കെട്ടിക്കിടത്തി അത് കാണണ്ട. അപ്പം അങ്ങനെയുള്ള സൂത്രങ്ങളുണ്ട്. അതെല്ലാം നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കും? അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി വസ്തുതകൾ പറഞ്ഞ് നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ നമുക്ക് ആഗോളാടിസ്ഥാനത്തിൽ സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ടല്ലോ. പലപ്പോഴും പല രാജ്യങ്ങളും പരസ്പരം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ പരസ്പരം ഉദാര മനസ്കതയോടുകൂടി പ്രവർത്തിക്കുന്നു.
അതും നമ്മുടെ വികസനത്തിന് പാതയൊരുക്കുന്ന ഒന്നാണ്. എന്തായാലും ഒരു സാംസ്കാരികമായ ഉയർന്ന് നമ്മുടെ നിലപാടുകളിൽ ഉറച്ച്, എന്നാൽ കൃത്യമായി ജനക്ഷേമവും നാടിൻ്റെ വികസനവും ത്വരിതഗതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടാണ് നമുക്ക് ആവശ്യം. അതിന് കുറേ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്നവർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, സംസ്ഥാനത്ത് വരുന്നവർ, ലോക്കൽ ബോഡീസും ഉണ്ടാകും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കാര്യങ്ങൾ പോയാൽ എല്ലാ ഹ്രസ്വകാല പദ്ധതിയും സമയബന്ധിതമായി നടക്കും, ദീർഘകാല പദ്ധതിയും സമയബന്ധിതമായി നടക്കും. അല്ലാതെ നടക്കില്ല. ഇവിടെ വെച്ച് മുളിച്ചിരിക്കും. അതുപോലെ വല്ലാത്ത അവസ്ഥയിലാകും. അതാണ് എനിക്കിന്ന് ഈ ചർച്ചയിൽ നിന്ന് തന്നെ എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് പറയാൻ സാധിക്കില്ല. വളരെ സന്തോഷം. അതിനകത്ത് ഒരു കാര്യമുള്ളത്, നമ്മൾ ഇപ്പം കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഇന്ന് ആയിക്കോട്ടെ, പക്ഷേ അവിടെ നടന്ന വികസന പ്രവർത്തനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അത് എന്താണെന്നുള്ള കാര്യം അവർക്കൊരു ഷോക്കേസ് പീസാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന പഞ്ചായത്ത്, ഒറ്റ പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ബോഡി വെച്ചിട്ട് ഞങ്ങൾ ഇതാണ് നടത്താൻ പോകുന്നത് എന്ന് പറയാൻ ആ ബ്രാൻഡ് ചെയ്യണം, അതിനെ ബ്രാൻഡ് ചെയ്യണം. ഞങ്ങൾ ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് ബ്രാൻഡ് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവരെ കിഴക്കമ്പലത്ത് കൊണ്ടുപോവുകയും കിഴക്കമ്പലത്തിൽ നിന്നുള്ളവരെ എറണാകുളം ജില്ലയിലെ ഈ ബ്രാൻഡഡ് ഞങ്ങളുടെ പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിട്ട്. അല്ല, ഏതോ ഒരു പഞ്ചായത്ത് പേര് പറയാം. അത് പറയാം. അത് പലതുണ്ട്. ആലുവ കോൺസ്റ്റിറ്റ്യുൻസിയിലുണ്ട്, എറണാകുളം കോൺസ്റ്റിറ്റ്യുൻസിയിലുണ്ട്. കോൺസ്റ്റിറ്റ്യുൻസി എന്ന് പറഞ്ഞാൽ നിയോജകമണ്ഡലമാണ്. അതിൽ വരുന്ന പഞ്ചായത്തുകളുടെ പേര് ഞങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, അത് അങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നല്ല ലീഡർഷിപ്പ് ഇപ്പോൾ അവിടെ ഉണ്ട്. പറവൂര് കേന്ദ്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുൻസി. ഈ 3 കോൺസ്റ്റിറ്റ്യുൻസികൾ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളത് കാണിക്കാൻ പോവുക. 3 കോൺസ്റ്റിറ്റ്യുൻസിയിലെ 3 പഞ്ചായത്തുകൾ നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ കോൺഗ്രസിന്റെ കയ്യിൽ 3 കൂടുതൽ പഞ്ചായത്തുകൾ എങ്കിലും ഏറ്റവും മികച്ച 3 എടുത്താൽ മതി. അപ്പോൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സന്തോഷമാണ്. അത് നല്ലൊരു നിലപാടായിരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യം, അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. അധികാരം മാത്രമല്ല വികേന്ദ്രീകരിക്കപ്പെട്ട, അഴിമതിയും വികേന്ദ്രീകരിക്കപ്പെട്ടു. എല്ലാ ലോക്കൽ ബോഡിയിലെയും വർക്കുകൾക്ക് കൃത്യമായി കമ്മീഷൻ ഉണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഞാനിവിടെ കേരളത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് MP-മാരും MLA-മാരും ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നൊരു MLA-ക്ക് 5 കോടി രൂപയാണ് ഒരു വർഷത്തെ വികസനത്തിനായിട്ട് കൊടുക്കുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ 25 കോടി രൂപയുടെ വികസനമാണ് ഒരു MLA ഒരു കോൺസ്റ്റിറ്റ്യുൻസി ചെയ്യേണ്ടത്. 2 രൂപത്തിലുണ്ട്. ആസ്തി വികസന പദ്ധതിയുണ്ട്, MLA LAD. അപ്പോൾ 2 കൂടെ. അപ്പോൾ ഇതിനകത്ത് അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും വരത്തില്ലെങ്കിൽ പോലും ഇതിനൊരു 20% കമ്മീഷൻ ഉണ്ടെന്ന് വ്യാപകമായ ആരോപണമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ശരിയായാലും തെറ്റായാലും ശരി, തെറ്റാണെങ്കിൽ അത് നിഷേധിക്കാം. ഒരു ആരോപണം വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം പോലെ അങ്ങനെയില്ല. ചിലയിടത്ത് അഴിമതി ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. അതില്ലാത്ത സ്ഥലങ്ങൾ നിരവധിയുണ്ട്. മാതൃക നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഒരിടത്ത് ഞാൻ ആ കോൺസ്റ്റിറ്റ്യുൻസി പറയാത്ത കാര്യം, അത് ആ MLA മോശക്കാരനാക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് 5-6 ലക്ഷം രൂപയുടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് വെച്ചു. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഞാൻ പല സ്ഥലത്ത് ഇപ്പൊ കണ്ടപ്പോൾ 20 ലക്ഷം രൂപ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ്. ഞാൻ എൻ്റെ വീട് വെച്ച് 34 ലക്ഷം രൂപയായിട്ടുള്ളൂ വീട് വെച്ച്. എൻ്റെ വീട് മകളിൽ വേണ്ട സെറാമിക് ടൈല് ഓടിട്ട വീട് ഇപ്പോൾ ഈ നമ്മുടെ കുടുംബം പൊളിച്ചിട്ട് വെച്ച 28 ലക്ഷം രൂപയായിട്ടുള്ള 1700 സ്ക്വയർ ഫീറ്റ്. 1200 സ്ക്വയർ ഫീറ്റ്. 1700 വെച്ചതിന് 34,000. 2000 രൂപ സ്ക്വയർ ഫീറ്റിനെ ആയുള്ളൂ. ഞാൻ സത്യം പറയുകയാണ്. ന്യായമായ അല്ല അതിൻ്റെ കാര്യം. ഞാൻ അങ്ങനെ സത്യപ്പെടുത്തിയ കാര്യം, നമ്മളെ കറപ്ഷൻ ഇന്നലത്തെ റോയി പറഞ്ഞ പോലെ ഇന്നലെ വരെ വന്ന കറപ്ഷൻ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ആലപ്പുഴയിൽ ഒരു കാര്യം കൂടി ചോദിക്കുന്നു. നമ്മളെ ബൈപ്പാസിലേക്ക് കയറുന്ന ഭാഗമുണ്ടല്ലോ, ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ഞെട്ടിപ്പോൾ. എൻ്റെ ഡ്രൈവറാണ് കാണിക്കുക, എഴുതി വെച്ചിരിക്കുന്നു ഇത്ര ലക്ഷം രൂപ കോൺക്രീറ്റ് റോഡ്. എവിടെയാ? 50 മീറ്റർ ഉള്ളത്. നമ്മുടെ രാജാ കേശവദാസിൻ്റെ പ്രതിമ നിൽക്കുന്നതിന് തൊട്ടിപ്പുറം ഒരു കോൺക്രീറ്റ് റോഡ്
ഈ ബൈപ്പാസിനോട് Bypass അറ്റാച്ച് ചെയ്തിരിക്കും. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ നിങ്ങളൊന്ന് നോക്കണം, 28-30 ലക്ഷം രൂപ. നമ്മളൊക്കെ ഇവിടെ 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് 10 ഇരട്ടി വർദ്ധിച്ചോട്ടെ, 12 ലക്ഷം. അല്ല, ഇതിന് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്താറില്ല ഇപ്പോൾ. ഓഡിറ്റിംഗ് അല്ല, അത് ഈ എസ്റ്റിമേറ്റ് വന്ന് ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങിച്ച്, അല്ല അതിനു മുമ്പ് AS വാങ്ങിച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങിച്ച് ടെക്നിക്കൽ സാങ്ഷൻ. അപ്പോൾ ഇത് കരാർ ഏറ്റെടുക്കാൻ വരും. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്ന് ഇത് ഹൈയസ്റ്റ് ആക്കി മാറ്റും, എന്നിട്ട് കോംപ്രമൈസ് ചെയ്യും. ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്, സത്യം. അല്ല, അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തെ അങ്ങ് സാധാരണഗതിയിൽ ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴേ രാഷ്ട്രീയക്കാര് അത് നിഷേധിക്കുകയാണ് പതിവ്. അങ്ങനെ അംഗീകരിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കണ്ണുകൊണ്ട് കണ്ട് ഞാനിവിടെ പച്ചക്കറി എനിക്കത് എൻ്റെ മനസ്സിലില്ല. അത് ഞാൻ ഏത് മണ്ഡലത്തിലെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഏത് MLA യുടെ ആണെന്ന് പറഞ്ഞിട്ടില്ല. പലയിടത്തും ഇങ്ങനെ കണ്ടപ്പോൾ വണ്ടിയിലിരുന്നാൽ ഇത് ഈ വെയിറ്റ് ഷെഡിന് ഇത്രയും ആവുമോ? ആളുകൾ സംശയം പറയുക, ഇതെന്തെന്നാ ഇത്. എനിക്ക് തോന്നുന്നു അതിലുപരി ഈ അഴിമതി നടത്താൻ സാധ്യതയുള്ള പ്രോജക്റ്റിനും MLA MPമാരുടെ പേര് എഴുതി വെക്കാറില്ല. നോക്കൂ, ഒരു ചെറിയ കാർ ഷെഡാണെങ്കിൽ ചിലപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് തീരുന്നതാണെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അതിന് ഈ പറഞ്ഞ പേര് എഴുതി വെക്കാറില്ല അല്ല, MP ലാഡ്സിനും MLA ലാഡ്സിനും അതിന് പ്രിസ്ക്രൈബ്ഡ് ഒരു ഇതുണ്ട്, സംവിധാനം ഉണ്ടായിരുന്നു. അത് എഴുതി വെക്കണമെന്നാണ്, എഴുതി വെച്ചേ പറ്റും. സത്യത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ? അത് ഈ പബ്ലിക് അറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ട് എന്നുള്ള അറിയട്ടെ. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി 53 വാർഡുണ്ട്. നാളെ ഉദാഹരണത്തിന് ശുക്കൂറിക്ക ചെയർമാനായിട്ട് അവിടെ ഇരിക്കുക. ശുക്കൂറിക്കക്ക് താല്പര്യമുള്ള വാർഡുകൾ മാത്രം നന്നായി കഴിഞ്ഞാൽ എങ്ങനെയാലും ബാലൻസ് വരും. അപ്പോൾ ശുക്കൂറിക്ക ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എൻ്റയർ ആലപ്പുഴ അല്ലെ ഈ 53 അങ്ങനെയാണ് റോയിക്ക് എടുക്കുന്നത്. ഇതിപ്പം ഈ ചില താല്പര്യങ്ങൾ കാണിച്ച് MLA മാരുടെയും MP മാരുടെയും പുറകെ നടന്ന് ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊരു അനോമലി അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പുറത്തെ വാർഡിൽ ആ ഫണ്ട് കിട്ടിയില്ല, ഇപ്പുറത്തെ വാർഡിൽ കിട്ടി, അപ്പോൾ അവിടുത്തെ ശോചനീയമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു സങ്കല്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒരു യൂണിറ്റ് ആയിട്ട് കാണുക എന്നുള്ള ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുക, അത് തന്നെയാണ് സങ്കല്പവും. അത് തന്നെയാണ് ഈ പദ്ധതി രേഖാ സമർപ്പണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് പ്രായോജനത്തിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും ഈ നഗരപ്രദേശങ്ങളിൽ താറുമാറായി കിടക്കുന്ന റോഡുകൾ ധാരാളം. നേരത്തെ കുറിക്കാൻ പറഞ്ഞ കണക്ക് പഴയ കാലത്ത് ഒരു കോളനി ഉണ്ട്, ആ റോഡ് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര അത് നന്നായി ഉത്തരവാദി. അപ്പൊ പറയുമ്പോ മൊത്തം ആൾക്കാർ വരുന്നില്ലേ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ? ഇഷ്ടംപോലെ ഉണ്ട്. അതെ, അത് നമ്മൾ ഭരണാധികാരികൾ മാത്രം നോക്കേണ്ടതല്ല, നമ്മുടെ മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി കൃത്യമായി അത് എന്താ വിഭജനം, എങ്ങനെ കോൺട്രിബ്യൂഷൻ ആ രൂപത്തിലായിരിക്കണം. ഒരു പ്ലാൻ സമർപ്പിക്കുമ്പോൾ എല്ലാവർക്കും അതിനകത്ത് ന്യായവും എന്താ പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു വിതരണം വേണം. അത് നടക്കുന്നില്ല. അത് ഇത് എന്നെ ഒരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഇത് ബീച്ചാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു പ്രദേശം പോലും ക്ലീൻ അല്ല. ഈ വിദേശികൾ വരുന്നതിന് കൂടുതൽ ആസ്വദിക്കും വെള്ളമുള്ള സ്ഥലങ്ങൾ, ബീച്ച് അല്ലെങ്കിൽ കായൽ. ഇവിടെ അതൊരു പ്രത്യേകമില്ല. പല പ്രാവശ്യവും നമ്മൾ അധികാരികളുടെ അടുത്ത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരായിരുന്നു മാറ്റി. എങ്കിൽ നമുക്കിത് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്, അവിടെ ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്, പക്ഷെ അവർ ചെയ്യത്തില്ല. കാരണം അവർ ആരെയും കണ്ടുവിടെ. അതിന് എനിക്ക് സജഷനുണ്ട്. എല്ലാ ബീച്ച് സൈഡായാലും ബാക്ക്വാട്ടേഴ്സിൻ്റെ സൈഡായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടെ കണക്റ്റ് ചെയ്ത് ആ രൂപത്തിലേക്ക് ഇതിൻ്റെ വികസനത്തിന് സാധ്യമായ പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് ഉണ്ടാക്കണം. അവരുടെ മേൽനോട്ടം വേണം, അവരുടെ പരിപാലനം വേണം. ഈ പരിപാലനം ഉണ്ടെങ്കിൽ ഈ ക്ലീനിങ് നടക്കൂ, കാര്യങ്ങൾ നടക്കൂ. മേൽനോട്ടം കൂടെ ഉണ്ടെങ്കിൽ അവർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ആയിക്കോട്ടെ, പരിപാലനം പഞ്ചായത്തായിരിക്കണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. അതിന് അവർക്ക് പരിപാലനത്തിനുള്ള കൈകാര്യ ചെലവും കൂടെ കൊടുക്കും. അതിനെ കടമെടുത്തായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ 10 പൈസയുടെ വൃത്തിയില്ല. നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിനകത്ത് എല്ലാവരും മനുഷ്യരായിരിക്കുന്നു.
പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കാനൊരു സ്ഥലമില്ല. പകരം ശരി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ഇപ്പൊ മനുഷ്യരിരിക്കും. ഈ പ്ലാസ്റ്റിക് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ചെട്ടിയം വലയും പൊടി പിടിക്കാത്തൊരു സ്ഥാപനം അവിടെ ഉണ്ടാവും. എത്തിയ എന്താ ഈ മൂലകൾ നോക്കിയാൽ നമ്മുടെ എന്താ തുപ്പലും കഫവും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഒരു ദിവസത്തെ ജനങ്ങളുടെ ഒഴുക്കെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പൊ നമ്മൾ എന്തെടുക്കണം, അത് എക്സ്പാൻഡ് ചെയ്യണം. ആ പ്രദേശത്ത് ഒഴുകുന്നതിന് രണ്ട് സൈഡിലേക്കും ആക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള ആ പ്രദേശവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടം ചെയ്ത് ജീവിക്കുന്നതിന് പകരം അവിടെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് ക്ലീനിങ് വരുമ്പോഴും ഓക്കെ. അപ്പൊ നമ്മുടെ അദ്ദേഹം പിന്നെ നമ്മുടെ ഇന്ത്യയുടെ BJP ഇദ്ദേഹത്തിന് എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ച് ഗ്രാമപഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റികളും BJP ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇതാണ് BJP ഭരിക്കുന്ന ഞങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി, അങ്ങനെ ഒന്ന് ഒരു ഷോക്കേസ് ചെയ്ത മോഡലായിട്ട് കാണിക്കാത്ത വിധത്തിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഉണ്ട്. വളരെ കുറഞ്ഞ ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളൂ. ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും പാലക്കാട് നഗരസഭയൊക്കെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാം, നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കോടന്തുരുത്ത് പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. ഏകദേശം ഒരു വർഷം 1.5 വർഷക്കാലത്തോളം ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഭരിച്ചു. ആ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ടുള്ളൊരു ഭരണമായിരുന്നു അവിടെ കാഴ്ചവെച്ചിരുന്നത്. പദ്ധതി തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു 95% തുകയും എക്സ്പെൻഡിച്ചറാക്കാൻ പദ്ധതി നിർവഹണത്തിലൂടെ ആ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. പക്ഷേ അവിടെ സംഭവിച്ചൊരു കാര്യം, UDFും LDFും കൂടെ ഒരു അവിശുദ്ധമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് സൃഷ്ടിച്ച് ആ പഞ്ചായത്ത് ഭരണസമിതിയെ പുറത്തു പോകുന്നൊരു സാഹചര്യമുണ്ട്. പിന്നീട് ഇങ്ങോട്ടുള്ള ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി നിർവഹണം ഒന്ന് പരിശോധിച്ചു. ഏറ്റവും അവസാനത്തെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണം പരിശോധിച്ചു 70% താഴെ. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണമുണ്ടായിരുന്ന ഈ പാണ്ടനാടാണെങ്കിലും അതുപോലെ തന്നെ കോടന്തുരുത്താണെങ്കിലും ഒക്കെ ആ പദ്ധതി നിർവഹണ കാര്യത്തിലടക്കം വളരെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും. അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതുതന്നെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭരണ സംവിധാനം ഗ്രാമപഞ്ചായത്ത് തലത്തിലാണെങ്കിലും നഗരസഭാ തലത്തിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിൽ 100% പദ്ധതി നിർവഹണ കാര്യത്തിലും ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ട്, അത് കോടന്തുരുത്ത് പഞ്ചായത്ത് ആ കാര്യത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. വളരെ ജനക്ഷേമകരമായൊരു ഭരണമായിരുന്നു അവിടെ ആ 1.5 വർഷക്കാലം ഉണ്ടായിരുന്നത്. പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടു. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്തരം മാതൃകാപരമായിട്ട് പ്രവർത്തനം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ആലപ്പുഴ ജില്ല എത്ര സാമ്പത്തികമായിട്ട് കിഴക്കൻ വെനീസ് എന്ന് അറിയപ്പെടുന്നതാണല്ലോ. നമുക്ക് എത്ര സാധ്യതകളുള്ള ഒരു ജില്ലയാണ്. നേരത്തെ ചകിരിയെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു അവസാന നാളുകൾ. പക്ഷേ ഇന്ന് ചകിരി പോലും ഇങ്ങോട്ട് വരുന്നില്ല. അതെല്ലാം മുഴുവനും പൂർണ്ണമായിട്ടും ഉൽപ്പാദനം നടക്കുന്നത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ. അവിടുന്ന് പ്രോഡക്റ്റുകളാക്കിയിട്ടാണ് ഇവിടെ വന്ന് ഫിനിഷിംഗ് വർക്ക് ചെയ്ത് കയറ്റുമതി നടത്തിപ്പോകുന്നത്. അങ്ങനെ പാടെ നിശ്ചലമായൊരു മേഖലയായിട്ട് കയർ മേഖല ഏറ്റവും കൂടുതൽ ഏതാണ്ട് ആലപ്പുഴ ജില്ലയുടെ ഒരു സാമ്പത്തിക അസ്ഥിവാരം തന്നെ ആ കയർ മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നു. അത് നാമാവശേഷം. അതുപോലെ തന്നെ നമ്മുടെ തീരദേശ മേഖലകൾ, ഈ തോട്ടപ്പള്ളി മുതൽ ചാപ്പക്കട വരെയുള്ള ഈ തീരെ ഏറ്റവും കൂടുതൽ തോട്ടപ്പള്ളി ഇപ്പോൾ മീൻസ് ഞാൻ നോർത്ത് ജില്ലയാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ആലപ്പുഴ ജില്ല റവന്യൂ ജില്ലയുടെ തന്നെ തീരപ്രദേശം എടുത്ത് ഏറ്റവും കൂടുതൽ തീരപ്രദേശം എത്രയോ മത്സ്യബന്ധന വിപണന കേന്ദ്രങ്ങളിലൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ തോട്ടപ്പള്ളിയാണെങ്കിലും നമ്മുടെ ആലപ്പുഴയാണെങ്കിലും ഈ തൈക്കലാണെങ്കിലും അന്ധകാരനഴി, ചാപ്പക്കടവ്, പള്ളിത്തുറ അടക്കമുള്ള അനവധി മത്സ്യബന്ധന തുറകൾ നമ്മുടെ ഈ ജില്ലയിലുണ്ട്. ബന്ധനവും അതുപോലെ തന്നെ വിപണനവും നടക്കുന്ന മേഖലകളാണ്. ഇന്ന് അതെല്ലാം തുറന്നു. ഇപ്പോൾ അർത്തിങ്കൽ ഹാർബർ തന്നെ എത്രയോ കാലങ്ങളായിട്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് അതിന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഇത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം. അവർക്ക് ഇന്നത്തെ മാറിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ മത്സ്യബന്ധനം നടത്താൻ പറ്റുന്നില്ല. അവരുടെ തൊഴിലുപകരണങ്ങളും മറ്റ് വള്ളമാണെങ്കിലും ബോട്ടാണെങ്കിലും സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇതൊക്കെ എറണാകുളത്തേക്കും അല്ലെങ്കിൽ മറ്റ് നീണ്ടകരയിലേക്കും ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം, കൊച്ചിയിലേക്കും നീണ്ടകരയിലേക്കും ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം. ഇത്തരം ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടും ഇത് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ രണ്ട് മുന്നണികളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ കുട്ടനാട് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കും, 50-75 വർഷം പഴക്കമുള്ള ടെക്നോളജികളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്.
സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള ഒരു പ്രദേശം എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട്. പക്ഷേ അവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ കുട്ടനാട്ടിലേക്കൊന്ന് പോയാൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നൊരു സാഹചര്യം പോലുമില്ല. അവിടുത്തെ ഈ പാടശേഖരങ്ങളുടെയൊക്കെ പുറം ബണ്ടുകളെല്ലാം നഷ്ടപ്പെട്ടു, ഏത് സമയം മടവീട് പോകാവുന്നൊരു സാഹചര്യങ്ങളും, അതുപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഉൽപ്പന്നങ്ങൾ, ഈ നെല്ലിൻ്റെയൊക്കെ സർക്കാർ എത്ര പരാജയമാണോ എന്ന് ചിന്തിച്ച് നോക്കും. ഈ നെല്ല് സംഭരണ കാര്യത്തിലൊക്കെ അവർക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാർഷിക മേഖല നമ്മുടെ കേരളത്തിൻ്റെ ഉൽപ്പാദന രംഗത്ത് വലിയ പങ്ക് വഹിച്ചിരുന്ന ഒരു ജില്ലയാണ്. അതൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഏതൊരു മേഖല എടുത്താലും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ വ്യവസായത്തിൻ്റെ കാര്യം ഒന്ന് പരിശോധിച്ചു, എത്ര സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടി. ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ എത്രയോ ആളുകൾ ജോലി ചെയ്തിരുന്നതായിരുന്നു. നമ്മുടെ സ്കൂട്ടർ ഫാക്ടറി, അതുപോലെ തന്നെ മൊറാർജി കെമിക്കൽസ്, എക്സൽ ഗ്ലാസ് ഫാക്ടറി, ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനവധി തൊഴിൽ സ്ഥാപനങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ പൂട്ടിപ്പോയി. ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ഓട്ടോ കാസ്റ്റ് ആണെങ്കിൽ അവിടെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അത്തരമൊരു യാതൊരു. അതുപോലെ തന്നെ KSDP വളരെ അഭിമാനത്തോടുകൂടി ഇടതുപക്ഷ മുന്നണി പറയുന്ന ഒരു സ്ഥാപനമാണ് KSDP. അവിടുത്തെയൊക്കെ ഒരു സ്ഥിതി എന്ന് പരിശോധിക്കും, ഏത് നിമിഷവും അത് നിലച്ചു പോകാമെന്ന രീതിയിലാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള പൊതുവെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം നാശോന്മുഖമായിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരു ജില്ലയായിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ല മാറി. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ഇന്നലെ വരെയുള്ള നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയാനും നാളത്തേക്കുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളതാണ്. എന്തായാലും ശരി, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചത്, ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോൾ അധികാരത്തോടൊപ്പം അഴിമതി വികേന്ദ്രീകരിക്കപ്പെടാതെ ശ്രദ്ധിക്കാൻ തീർച്ചയായിട്ടും പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് കഴിയും. ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ ഈ ബസ് ഷെൽട്ടർ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, ഇതൊക്കെ ഇങ്ങനെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം സോഷ്യൽ മീഡിയയുടെ വളരെ സജീവമായ സാന്നിധ്യം കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ പാർട്ടികൾ സ്വയം ആത്മപരിശോധനയ്ക്ക് തയ്യാറാക്കാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാകണം. ഞങ്ങളെ രണ്ടുപേരും രണ്ട് മുന്നണിയെ പ്രതികരിച്ച് വന്ന ആളുകളാണ്. കേരളം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രണ്ടുപേർക്കും വ്യക്തമായ ഉൾക്കാഴ്ചയുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോൾ പുതിയ ഭരണസമിതി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭരണസമിതിയാണ്. ആ ഭരണസമിതി വരുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടുപേരും തിരക്കിന് ഇടയിലൂടെ വന്നു ഞങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.